ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ കോഡ്-95 കഴിഞ്ഞിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ്, ലാറ്റ്വിയയിലെ ഡ്രൈവിംഗ് ടെസ്റ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ലാറ്റ്വിയയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് മൂന്ന് സെക്ഷനാണ്. അതായത് ഫസ്റ്റ് സെക്ഷൻ വൈവേ, രണ്ടാമത്തത് ഗാരേജ് എന്നാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പേര് അതാണോ എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളത് ഗാരേജ്, പിന്നെ സിറ്റി ഡ്രൈവ്. ഈ ഗാരേജിൽ നമ്മുടെ വൈവേയിൽ ക്വസ്റ്റ്യനിങ് ആണ്. അത് നമ്മുടെ ഇൻസ്ട്രക്ടർ കയറി വന്നിട്ട് നമ്മുടെ അടുത്ത് 3 ക്വസ്റ്റ്യൻസ്, അത് കമ്പ്യൂട്ടർ പറയുന്ന 3 ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്ത് വണ്ടിയിൽ ഇരുന്നിട്ട് ചോദിക്കും. അത് വണ്ടിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിപ്പോൾ നമ്മുടെ ഈ ശ്രീനിവാസൻ പറയണ പോലെ യന്ത്രങ്ങളുടെ പ്രവർത്തനം ഉണ്ടല്ലോ, ആ വക പ്രവർത്തനങ്ങൾ തന്നെയാണ് ചോദിക്കുക. അതായത് ഇഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ലൂബ്രിക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ്, അതായത് കൂളിംഗ് സിസ്റ്റം എങ്ങനെയാണ്, പിന്നെ വണ്ടിയിൽ ലോഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരു പഞ്ചർ അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പ്രിപ്പയർ ആവണം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു PDF ഉണ്ട്. അത് ഞാൻ എന്തായാലും ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിരുന്നുണ്ട്. അത് വരുന്ന ആൾക്കാർ പഠിച്ചിട്ട് തന്നെ കയറി വരണം. ഇവിടെ വന്നിട്ട് ടൈം കളഞ്ഞ് വെറുതെ ലേറ്റ് ആക്കിയിട്ടൊരു കാര്യമില്ല. മാക്സിമം ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ വൈവേയിൽ മാക്സിമം ആൾക്കാർ പാസ്സാവും. ഇതിപ്പോൾ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ചിലപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ അറിയില്ല എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. നമുക്ക് അറിയാവുന്ന രീതിയിൽ ഏതെങ്കിലും കണ്ടൻറ്റ് വെച്ച് പിടിച്ച് അവരെ നമ്മുടെ പ്രസൻ്റായിട്ടുള്ള കാര്യങ്ങൾ ചിരിച്ച് പ്രസൻ്റായിട്ട് തന്നെ അവർക്ക് റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഒരു തരത്തിൽ പാസ്സാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. എന്നാലും പ്രിപ്പയർ ആയിട്ട് തന്നെ പോകണം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് വരുന്നത് ഗാരേജ്. അതെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് പോയി ഈ വൈവേ പാസ്സായി കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നേരെ ടെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ അവിടെ ചെന്ന് ഒരു U-ടേൺ, അതായത് ഒരു സ്ക്വയറായിട്ടുള്ളൊരു പോർഷൻ വെച്ചിട്ടുണ്ട്. അതിൽ വണ്ടി ഒറ്റയടിക്ക് എന്തായാലും നമുക്ക് U-ടേൺ അടിക്കാൻ പറ്റില്ല. ഒരു ടേൺ ഇങ്ങനെ എടുത്ത് റിവേഴ്സ് വെച്ച് പിന്നെ എടുക്കണം. ആ എടുത്ത് പിന്നെ ഒരു റിവേഴ്സ് പാർക്കിംഗ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ട്രെയിലർ ഡ്രൈവറാണ്, ഇവിടെ വന്നിട്ട് ട്രെയിലറല്ല അതൊരു ടെസ്റ്റിന് തരുന്നത്. അതും കൂടി പറയാലോ, 6 വീലാണ്. ഇവിടെ നാട്ടിലൊക്കെ വിചാരിക്കുന്നുണ്ടാവും നമ്മളിവിടെ വന്ന് ട്രെയിലർ തന്നെ ഇവിടെ വന്ന് കുത്തിപ്പിടിച്ചിരിക്കണമെന്ന്. വണ്ടി ഓടിക്കാൻ അറിയണം, മസ്റ്റായിട്ട് റിവേഴ്സ് പാർക്കിംഗ് നമുക്ക് എന്തായാലും അറിയണം. ഇവിടെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ നമുക്ക് കിട്ടുന്നത്, അതായത് നമ്മൾ വണ്ടി ടെസ്റ്റിന് കൊടുക്കുന്നത് 6 വീല് ഡൈന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എബ്രോഡ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഡൈന സാധാ 6 വീല് ഡൈനയാണ്. അത് റിവേഴ്സ് പാർക്കിംഗ് കഴിഞ്ഞ് അതും പാസ്സായി കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് മെയിനായിട്ടുള്ള റോഡ് ഡ്രൈവിങ്, അതായത് സിറ്റി ഡ്രൈവിംഗ് എന്ന് പറയും. സിറ്റി ഡ്രൈവിങ് 1.5 മണിക്കൂറാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത്. 1.5 മണിക്കൂർ ഓടിക്കാനായിട്ട് നമുക്ക് സിമ്പിളാണ്, പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കറക്റ്റായിട്ടുള്ള കിലോമീറ്റർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ പ്രയോറിറ്റി റോഡുകളുണ്ട്, പിന്നെ പെഡസ്ട്രിയൻ ക്രോസുകളുണ്ട്, സിഗ്നൽസ് ഉണ്ട്. സിഗ്നൽസിൽ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഈ സിഗ്നൽസിൽ നമ്മൾ വണ്ടി നിർത്തേണ്ട ടൈമിൽ നിർത്തേണ്ട സ്ഥലത്ത് റൈറ്റിൽ നിന്നോ ലെഫ്റ്റിൽ നിന്നൊക്കെ പോക്കറ്റ് റോഡുകളുണ്ടെങ്കിൽ അത് സ്പേസ് ഇട്ട് വേണം നിർത്താനായിട്ട്. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. അത് 1.5 മണിക്കൂർ നമ്മളെ സിറ്റിയിലും ഹൈവേയിലും പോയി ഓടിച്ച് വണ്ടി ഹൈവേയിൽ പോയിട്ട് U-ടേൺ ഒക്കെ എടുപ്പിക്കും. ചില ഹൈവേയിൽ എന്ന് പറഞ്ഞാൽ സ്പേസസ് ഉണ്ടാവില്ല. അത് അവർ പറയും നമ്മൾ ഫൈൻഡ് ആ U-ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചൂസ് ചെയ്യാം. അത് U-ടേൺ അടിച്ച് കറക്റ്റായിട്ട് നമ്മൾ കൊണ്ടുവന്ന് കറക്റ്റ് CSDTയുടെ മുമ്പിൽ, അതായത് ഇവിടുത്തെ RT ഓഫീസിൻ്റെ മുമ്പിൽ വണ്ടി കൊണ്ടുപോയി നിർത്തണം. പിന്നെ അതിൽ ഒരു 5 മിനിറ്റ് സെക്ഷൻ നമ്മുടെ സ്റ്റൈലിൽ നമുക്ക് ഇഷ്ടമുള്ള റൂട്ടിലേക്ക് തിരിച്ച് വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. അതവർ പറയും 5 മിനിറ്റ് നമുക്ക് ഓടിക്കാം നമ്മുടെ സ്റ്റൈലിൽ. അതിലെന്തെങ്കിലും മൈന്യൂട്ട് മിസ്സിങ് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ സ്കോർ ചെയ്യാനായിട്ടുള്ളൊരു സ്കോപ്പും കൂടിയിട്ടാണത്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസസും കൂടി ഉണ്ട്. ഇങ്ങനെയാണ് ഇവിടുത്തെ 3 സെക്ഷൻ ഡ്രൈവിംഗ് ടെസ്റ്റ്. സംഭവം കേൾക്കുമ്പോൾ സിമ്പിളാണ്, കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനടക്കം പൊട്ടിയിട്ടാണ് പഠിച്ചത്. അത് കാരണം കൂടെ ഞാൻ പറയണം, ഒറ്റ ചാൻസിലൊന്നുമല്ല എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇതാണ് മെയിനായിട്ടുള്ള കണ്ടൻറ്റ്. പിന്നെ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളൊരു കാര്യമാണ്, കഴിഞ്ഞ വീഡിയോയിൽ നല്ല രീതിയിൽ റെസ്പോൺസ്
കിട്ടിയിട്ടുണ്ട്. അതായത് ആ വീഡിയോ ഒരുപാട് പേര്, അധികം പേര് വാച്ച് ചെയ്തിട്ടില്ലെങ്കിലും കണ്ട ആൾക്കാർ ഡീറ്റെയിൽ ആയിട്ട് അത് കണ്ടിട്ടുണ്ടെന്നും എനിക്ക് ഒരുപാട് പേഴ്സണൽ കോൾസും മെസ്സേജുകളും ഒക്കെ വരുന്നുണ്ട്. സന്തോഷമുള്ളൂ. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഒറ്റ കാര്യം കൂടിയുണ്ട്. ഒറ്റ കാര്യം നിങ്ങളൊന്ന് സഹകരിക്കണം എന്നോട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിളിക്കാതെ, ഫോൺ ഡയറക്റ്റ് വിളിക്കാതിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല സമയത്തും, ഞാനിപ്പോൾ ഡ്യൂട്ടിക്ക് കയറിയിട്ടില്ല, പല സമയത്തും പുറത്തായിരിക്കും, ഡ്രൈവിലായിരിക്കും, പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമായിരിക്കും, ചിലപ്പോൾ ഇൻസ്ട്രക്ടേഴ്സ് നമ്മുടെ അടുത്തുണ്ടാവുമായിരിക്കും. അപ്പോൾ കോൾസ് വരുമ്പോൾ അവർക്കൊരു ഡിസ്റ്റർബൻസാണ്, എനിക്കല്ല അവർക്ക്. അത് എന്നെ ഡ്യൂട്ടിക്ക് ചിലപ്പോൾ അത് ബാധിച്ചേക്കാം. അത് കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത്, മെസ്സേജ് ചെയ്താൽ മതി. മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നുണ്ടെങ്കിലും അതിൽ റിപ്ലൈ കൊടുത്തിട്ട് തന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ അയക്കുന്ന മെസ്സേജിന് ഞാൻ എന്തായാലും റിപ്ലൈ തന്നിരിക്കും. അതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അയച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ്. അതൊന്ന് സഹകരിക്കണം എന്നോട്. നല്ല തണുപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ വിൻ്റർ സീസൺ കഴിഞ്ഞു, സ്പ്രിങ് സീസൺ സ്റ്റാർട്ടിംഗ് ആണ്. ഐസില്ല, പക്ഷേ നല്ല കാറ്റുണ്ട്. അത് കാരണം കൊണ്ട് വീഡിയോ എടുക്കുമ്പോഴാണെങ്കിലും കുറച്ച് വിറച്ചുകൊണ്ടിരിക്കുക, ഷിവറിങ് വരുന്നത് അത് കാരണം കൊണ്ടാട്ടോ. അപ്പോൾ എന്തായാലും സഹകരിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഇതിൽ നിന്ന് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യേണ്ട വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത് എന്തായാലും പരിഗണിക്കാം, എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ സ്ഥിരം പല്ലവി, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് അടിക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വണക്കം.